നഗരസഭ 37-ാം വാർഡിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. നഗരസഭ 37-ാം വാർഡ് കൗൺസിലറുടെയും വാർഡ് വികസന സമിതിയുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സ് SHO BK അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ ജ്യോതിലക്ഷ്മി രവി അധ്യക്ഷത വഹിച്ചു. വാർഡ് വികസന സമിതി കൺവീനർ പ്രജീഷ് ചളിയിൽ, CDS അംഗം ഷൈന പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതില് എല്ലാത്തിനും വെടിവെച്ച് കൊല്ലുക കണ്ടിട്ടില്ലേ? ചില ഗെയിംസ് പിള്ളേരുടെ കാണുന്നില്ലേ? 5 വയസ്സുകാരൻ അവൻ ഇല്ലേ, സത്യമല്ലേ? 5 വയസ്സുകാരൻ എന്താണ് വെടിവെച്ച് കൊല്ലുകയാണ്. അവിടെ നിന്ന് വരുന്ന ഒട്ടൊക്കെ ചാടുന്നു, അവരെ വെടിവെക്കുന്നു, മറ്റവരെ വെടിവെക്കുന്നു, അടുത്ത് വരുന്നവരുടെ മൃഗമുണ്ടെങ്കിൽ അതിനെ വെടിവെക്കുന്നു. നമ്മള് കുറച്ചു കാലം പോലെ 5-10 വയസ്സായ കുട്ടികൾ എന്താ കണ്ടോണ്ടിരുന്നത്? ബാലരമ അമർ ചിത്രകഥ അല്ലേ? ബിന്ദുമാൻ, കാകേഷ്, മൗഗ്ലി, ആ ഒരു കാലഘട്ടത്തിന് പൂമ്പാറ്റയും അതുപോലെ മൃഗങ്ങളും നമ്മുടെ സംസ്കാരപൂർണ്ണമായിട്ടുള്ള മറ്റ് അന്തരീക്ഷത്തിനെ കുറിച്ച് കളി കൊടുക്കുക. അതുപോലെ നമ്മൾ അതുപോലെ തന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ട്, ആ ഒരു കാലഘട്ടത്തില് 6:30 ജംഗിൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയൽ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു 1890s ജനിച്ചവർക്ക് അത് ഓർമ്മയുണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം YCT ഗെയിംസ്, സ്ക്വിഡ് ഗെയിം, അത്തരത്തിലുള്ള എന്താണ് PUBG. ഞാൻ രാത്രി 11 മണിക്ക് പെട്രോളിങ്ങിന് പോകുമ്പോൾ വഴിയെങ്കിലും നിരത്തിരിക്കുക അണ്ണന്മാർ എന്റെ ചെറുതോടെ. അപ്പൊ ആരും നേരെ നോക്കുന്നില്ല, വളരെ കുട്ടികൾ അറിയുന്നില്ല. ഇങ്ങനെ നാട്ടിൽ എന്താ കൂട്ടത്തോടെ ഇരുന്ന് PUBG കളിക്കുക. 11:30 തിരിച്ച് 2 മണിക്ക് വരുമ്പോഴും PUBGക്കാരവിടെ കാണും. മനസ്സിലായി? ക്ഷീണമില്ല, ഒന്നും നിങ്ങൾ തരുന്നുണ്ടാവും. തുടർച്ചയായിട്ടുള്ള 12 26 മണിക്കൂർ PUBG കളിച്ച് 16 ഹൃദയാഘാതം കൊണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ട് 1 വർഷമായില്ല വായിച്ചിട്ടുണ്ടാകുന്നത്. അതായത് എവിടെ മൂടുമില്ല, ഉറക്കമില്ല, ഒന്നും അടച്ചിരുന്ന് ഒരേ കളിയാണ്. പണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ എല്ലാവരും കുട്ടികളൊക്കെ വീട്ടിലേക്ക് മുതിർന്നവരവരെ വീട്ടിലേക്ക് നോക്കിയിരുന്നു. ഇന്ന് ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ